രാജു പി നായർ കോൺഗ്രസ് വക്താവ് ടെലിഫോണിലുണ്ട്. രാജു പി നായർ, ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഒരു നടപടിക്രമവും ഇതുമായി ബന്ധപ്പെട്ട് പാലിച്ചില്ല, സർക്കാർ അനുമതിയില്ലാതെയാണ് കരാർ ഒപ്പിട്ടത് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ 126 കോടി വിദേശത്തേക്ക് അയച്ചതിൽ കള്ളപ്പണ ഇടപാടും സംശയിക്കുന്നു സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട്. എന്തു പറയുന്നു? അല്ല, ഇത് അടിമുടി അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അടിമുടി ക്രമക്കേടുകളായിരുന്നു. ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രഖ്യാപനവും ആ പ്രഖ്യാപനത്തിൽ, കാരണം സാധാരണ മനുഷ്യർക്കൊന്നും, അല്ലെങ്കിൽ ഈ മെസ്സിയും അല്ലെങ്കിൽ അർജന്റീനയുടെ വെട്ട ക്ലബും എല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, സാധാരണ ബോധ്യമുള്ള മനുഷ്യർക്കൊന്നും ദഹിക്കാൻ കഴിയാത്ത വാദങ്ങളായിരുന്നു പറയുന്നത്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തി. ഇതിനിടയ്ക്ക് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് ഇപ്പോ സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരുമ്പോൾ വളരെ ഗുരുതരമായ ആരോപണമാണ് വന്നിട്ടുള്ളത്. 126 കോടി ഇവർക്ക് കൊടുത്തു എന്ന് പറയുന്നു. അതിനെ സംബന്ധിച്ചിട്ടുള്ള രേഖകളില്ല. കള്ളപ്പണം സർക്കാർ കള്ളപ്പണം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയോ എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ സംശയം. അതുകൂടാണ്ട് കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം നവീകരിക്കുന്നതിന് വേണ്ടി അത് പണി പൂർത്തിയാക്കാതെ അതിട്ടിട്ട് പോയി. അതുകൊണ്ട് ഇത് അടിമുടി ദുരൂഹതയാണ്. ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണവും അതിന്റെ കുറ്റക്കാരായിട്ടുള്ളവർക്ക് അതിന്റെ നടപടിയും വേണം. ജനങ്ങളെ വഞ്ചിച്ച് ഇവിടുത്തെ യുവതലമുറയെ അവരുടെ വൈകാരികതയെ മുതലെടുത്ത് അത് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടി സർക്കാരിന്റെ പ്രോക്സികളായിട്ടുള്ള ആൾക്കാരും, അത് മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ സർക്കാരിന്റെ പ്രോക്സികളായിട്ടുള്ളവർ വരെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വലിയൊരു അഴിമതിയും ക്രമക്കേടുമാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. UDF സർക്കാർ ഫലപ്രദമായ അന്വേഷണം നടത്തി അതിന് ഉത്തരവാദികളായിട്ടുള്ളവരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. നന്ദി രാജു പി നായർ.